ഹൈക്കമാൻഡിന്റെ രാജ്യസഭാ ഓഫർ നിരസിച്ച് സിദ്ധരാമയ്യ. കർണാടക രാഷ്ട്രീയത്തിൽ തുടരുമെന്നും ദേശീയ പദവി വഹിക്കാൻ തീരെ താൽപര്യമില്ലെന്നും മുഖ്യമന്ത്രി പദവി രാജിവെച്ചതിനു പിന്നാലെ സിദ്ധരാമയ്യ വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം തീരുമാനം പ്രഖ്യാപിച്ചത്. രാജ്യസഭാ സീറ്റ് നേതൃത്വം വാഗ്ദാനം ചെയ്തിരുന്നുവെന്നും എന്നാൽ താനത് നിരസിച്ചെന്നും സിദ്ധരാമയ്യ വിശദീകരിച്ചു. ഹൈക്കമാൻഡ് രാജ്യസഭാ സീറ്റ് വാഗ്ദാനം ചെയ്തു, എന്നാൽ ഞാനത് നിരസിച്ചു. 1978 ഞാൻ രാഷ്ട്രീയക്കാരനാകുന്നത്. കഴിഞ്ഞ 50 വർഷമായി ഞാൻ രാഷ്ട്രീയത്തിലുണ്ട്. കർണാടകയിലെ ജനങ്ങളെ സേവിക്കാൻ 2 വട്ടം അവസരം ലഭിച്ചു. സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും മല്ലികാർജുൻ ഖാർഗെയ്ക്കും നന്ദി, സിദ്ധരാമയ്യ പറഞ്ഞു. പ്രതിപക്ഷത്തിനെതിരെ വാർത്താ സമ്മേളനത്തിൽ സിദ്ധരാമയ്യ വിമർശനമുയർത്തി. പ്രതിപക്ഷം തനിക്കെതിരെ പലപ്പോഴും വ്യാജ പ്രചാരണങ്ങൾ നടത്തിയെന്ന് അദ്ദേഹം ആരോപിച്ചു. ഞാൻ ഒരിക്കലും സമ്പത്തിൻ്റെയോ അധികാരത്തിൻ്റെയോ പിറകെ ഓടിയിട്ടില്ല. എൻ്റെ ഭരണകാലത്ത് സാമ്പത്തിക പ്രശ്നങ്ങൾ പലരും പ്രവചിച്ചിരുന്നു. പ്രധാനമന്ത്രി പോലും ഞങ്ങളുടെ ഉറപ്പുകളെ വിമർശിച്ചു. എന്നാൽ കോൺഗ്രസ് പ്രഖ്യാപിച്ച 550 വാഗ്ദാനങ്ങളിൽ ഏകദേശം 300 നടപ്പിലാക്കി. വെള്ളം, ഭൂമി തുടങ്ങിയ വിഷയങ്ങളിലെ പ്രശ്നങ്ങളിൽ ഒരിക്കലും വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായിട്ടില്ല, സിദ്ധരാമയ്യ വിശദീകരിച്ചു. ഇന്ന് ലോക് ഭവനിലെത്തിയാണ് സിദ്ധരാമയ്യ രാജിക്കത്ത് കൈമാറിയത്. ഗവർണർ തവർചന്ദ് ഗെഹ്ലോട്ട് നിലവിൽ കുടുംബപരമായ ആവശ്യങ്ങൾക്കായി മധ്യപ്രദേശിലായതിനാൽ അദ്ദേഹം മടങ്ങിയെത്തിയ ശേഷം രാജി ഔദ്യോഗികമായി സ്വീകരിക്കും. സിദ്ധരാമയ്യ രാജിവെച്ചതോടെ വെള്ളിയാഴ്ച കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം ചേർന്നേക്കും. ഇതിൽ ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിനെ നിയമസഭാ കക്ഷിയുടെ പുതിയ നേതാവായി തെരഞ്ഞെടുക്കും. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ AICC നേതൃത്വവുമായി നടത്തിയ ചർച്ചകളെ തുടർന്നാണ് സിദ്ധരാമയ്യ സ്ഥാനമൊഴിയുന്നത്.